ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് നമ്മുടെ ഐഡിയാസിനെയും സങ്കല്പങ്ങളെയും ജീവിതത്തെയൊക്കെ കീഴ്മേൽ മറിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. എനിക്കതൊരു ആക്സിഡന്റ് ആണ്. എൻ്റെ വീട്ടിലൊരു വില്ലിസ് ജീപ്പ് ഉണ്ടായിരുന്നു, ഒരു പച്ച. അത് ഓടിച്ച് ഞങ്ങൾ എല്ലായിടത്തും പോവും. അപ്രതീക്ഷിതമായിട്ട് ചേട്ടൻ അത് ഓടിച്ചു വന്നപ്പോൾ ആക്സിഡന്റ് ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇന്റേണൽ ബ്ലീഡിംഗ് കൊണ്ട് ഒരു കിഡ്നി റിമൂവ് ചെയ്യണം, നാളെ ഫൈനലായിട്ട് ഡിസിഷൻ പറയാനാണ്. ആ രാത്രി തള്ളി നീക്കിയത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. പിറ്റേന്ന് ഡോക്ടേഴ്സിന്റെ മീറ്റിംഗിൽ അവർ പറഞ്ഞത് പേഷ്യന്റ് വളരെ ഹെൽത്തി ആയതുകൊണ്ട് ക്രിട്ടിക്കൽ കണ്ടീഷനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. ഹെൽത്ത് എന്നാലും മെലിയിൽ മാത്രമായിരുന്ന എന്റെ സങ്കല്പത്തെ അടിമുടി മാറ്റിയത് ആ ഒറ്റ ഡയലോഗും സിറ്റുവേഷനുമാണ്. വർഷങ്ങളായിട്ട് ജിമ്മിൽ പോകുന്ന ഹെൽത്തി ഈറ്റിംഗ് നടത്തുന്ന അവന്റെ മുഖം അപ്പോഴാണ് മനസ്സിൽ വന്നത്. എന്തിനാടാ നീ എപ്പോഴും രാത്രിക്ക് ജിമ്മിൽ പോകുന്നതെന്നൊക്കെ അമ്മയുടെ സ്ഥിരം ചീത്ത കേട്ടാലും ഒരു മൈൻഡും ഇല്ലാതെ അവൻ പൊക്കൊണ്ടേയിരുന്നു. പതിയെ ഞാനും ആ വഴിക്ക് നടക്കാൻ തുടങ്ങി. ജിമ്മിൽ പോവോ, ഹെൽത്തി ഈറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തു. സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നത് അത്ര രസമുള്ള പരിപാടി അല്ലെങ്കിലും ഇടയ്ക്ക് മടിയൊക്കെ പിടിക്കും. അപ്പൊ നല്ല കുപ്പായങ്ങളൊക്കെ വാങ്ങി അതിട്ട് ജിമ്മിൽ പോകാലോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സന്തോഷം. ഈ ഇടയ്ക്ക് വാങ്ങിയ കുറച്ച് കുപ്പായങ്ങളാണ് ഈ വോഗോ ഫിറ്റ് എന്ന ബ്രാൻഡിൽ നിന്നുള്ളത്. നല്ല കംഫർട്ട് വെയർ ആണ്. ജിമ്മിൽ മാത്രമല്ല ഡെയിലി ലൈഫിലും വീട്ടിലും ട്രിപ്പ് പോകുമ്പോഴും ഒക്കെ ഇതിടാൻ പറ്റും. മടി പിടിക്കുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വാങ്ങി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം.